എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജനുവരി 19, 2026 തിങ്കളാഴ്ച. ജനുവരി തേർഡ് വീക്കിലെ ഫസ്റ്റ് സെഷൻ. ഇന്നും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. Q3 ഏർണിങ്സ് റിപ്പോർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം റിലയൻസ്, അതുപോലെ ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവയുടെ ഷെയർ പ്രൈസ് ഇടുകയാണ് ഉണ്ടായത്. അതും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തൻ്റെ ശ്രമത്തെ എതിർത്തതിനെ തുടർന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് അധിക നികുതി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തപ്പോൾ വേൾഡ് മാർക്കറ്റുകൾ എല്ലാം തന്നെ ജാഗ്രത പാലിച്ചു. അതോടൊപ്പം ഇന്ത്യൻ മാർക്കറ്റുകൾക്കും ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സെൻസെക്സ് 324 പോയിന്റ് അഥവാ 0.39% ഇടിഞ്ഞ് 83,246 NSE നിഫ്റ്റി 108 പോയിൻ്റാണ് ഇന്ന് നെഗറ്റീവായിരിക്കുന്നത്. 0.42% 25,585 എത്തി നിൽക്കുന്നു. സെക്ടറുകളിൽ നിഫ്റ്റി റിയാലിറ്റി 1.99, ഏകദേശം 2% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും 1.56% ഇടിഞ്ഞു. നിഫ്റ്റി മീഡിയ 1.84% ഇടിഞ്ഞു. മറുവശത്ത് നിഫ്റ്റി FMCG 0.67%, ആട്ടോ 0.13% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ് 0.37%, സ്മോൾ ക്യാപ്പ് 0.99%. അതായത് 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് പുതിയ താരിഫ് ഭീഷണികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് പുതിയ താരിഫ് ഭീഷണികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് US-ഉം അതുപോലെ യൂറോപ്യൻ യൂണിയനും തമ്മിൽ വീണ്ടും ട്രേഡ് ഡിസ്പ്യൂട്ട് ഉണ്ടാകുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, വേൾഡ് മാർക്കറ്റുകളിൽ വിശാലമായ റിസ്ക് ഓഫ് സെന്റിമെന്റ്സിനും ഈ ഒരു പ്രഖ്യാപനം കാരണമായിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇൻവെസ്റ്റർമാരെ ഈ ഗോൾഡ് പോലുള്ള സെക്യൂറായ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തിരിയാൻ ഈ കാരണങ്ങളൊക്കെ മതി പ്രേരിപ്പിക്കും. അതേസമയം സെലക്ട് ഏഷ്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ മാക്രോ ഇൻഡിക്കേറ്റേഴ്സും അവരുടെ പ്രതീക്ഷിച്ചതിലും സ്ട്രോങ് ആയ കയറ്റുമതിയിൽ അധിഷ്ഠിതമായ GDP വളർച്ചയുടെയും സപ്പോർട്ടോടുകൂടി ഈ ഒരു ട്രംപിൻ്റെ ഭീഷണിയെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം FIS സെല്ലിംഗ് തുടരുകയാണ്. അതിനിടയിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ജാഗ്രതയോടെ പോവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും Q3 ഏർണിങ്സ് സീസൺ പുരോഗമിക്കുമ്പോൾ പെർഫോമൻസ് മിക്സഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് വോളറ്റിലിറ്റിക്ക് സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രിഗേഴ്സും കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ കൺസോളിഡേഷൻ സോണിൽ മാർക്കറ്റ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബെയറിഷ് കൺട്രോളിൽ തന്നെയായിരുന്നു. സെഷനിലുടനീളം 20 EMAയ്ക്ക് താഴെ തന്നെയായിരുന്നു നിഫ്റ്റി ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു സെല്ലിംഗ് മോഡിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനാൽ തന്നെ വോളറ്റിലിറ്റിയും അധികമായിരുന്നു. അതുപോലെ RSIയും ബെയറിഷ് ക്രോസ് ഓവറിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കൂ, ഇന്ത്യ വിക്സിൽ ഒരു ജമ്പിങ് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ ഇന്ത്യ വിക്സ് വാച്ച് ചെയ്തവർക്കറിയാം, അതിലൊരു ജമ്പിങ് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ തന്നെ അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇന്നൊരു ഭയം നിഴലിച്ചിരുന്നു. ഈ ഒരു പ്രവണത ഷോർട്ട് ടൈമിൽ നിഫ്റ്റി താഴേക്ക് നീങ്ങുന്നത് തുടരാനാണ് സാധ്യത. ഏകദേശം ഈ ഒരു റേഞ്ചിൽ 25,200 ഈ ഒരു സോണിലേക്കൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം റെസിസ്റ്റൻസ് ഒരുപാട് ദൂരെയല്ല, 25,700 ഈ ഒരു റേഞ്ചിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ. നമുക്ക് ഇന്നലെ ഇൻട്രാഡേ ലെവലിൽ പറഞ്ഞിരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഒന്ന് പരിശോധിക്കാം. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സപ്പോർട്ടായിട്ട് 59,000
900 പറഞ്ഞിരുന്നത്. നമുക്കിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വരുന്നത് കണ്ടു. ഇവിടെ നിന്നും എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 250 അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 200 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റി ഇന്ന് പോയിട്ടുണ്ട്. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഈ ഒരു സോൺ വാച്ച് ചെയ്യാവുന്നതാണ്. 59,600 താഴെ പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം അപ്പ് സൈഡിലേക്കാണെങ്കിൽ 59,000 60,000 ഓക്കെ 60,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യാം. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് 25,600 റെസിസ്റ്റൻസ് 25,720 25,790 എന്നിരുന്നാലും റെസിസ്റ്റൻസ് ലെവലിന് അടുത്തേക്ക് തന്നെ പോയിട്ടില്ല. അതിന് റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയിലാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത്. ശേഷം ഡൗൺ സൈഡിലേക്ക് വരുന്നതാണ് കണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചു. ഏകദേശം ഒരു 80 പോയിൻറ്റിൻ്റെ റാലി ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. രണ്ട് ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവ് സൈഡിലേക്ക് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിൽ പോസിറ്റീവ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി നാളെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോൺ 25,475 താഴെ എൻട്രി എടുത്ത് പോകാം. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോൺ 25,640 ഓക്കെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.